ഹലോ, A4 മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. കൊട്ടാരങ്ങളുടെ കൊൽക്കത്തയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. കല, സാഹിത്യം, രാഷ്ട്രീയം, സിനിമ തുടങ്ങിയ എന്തു നട്ടാലും പെട്ടെന്ന് പച്ചപിടിക്കുന്ന മണ്ണാണ് കൊൽക്കത്തയുടേത്. ഇന്ത്യയുടെ സാംസ്കാരിക തലസ്ഥാനം എന്ന ബഹുമതി അവകാശപ്പെടാവുന്ന ഈ നഗരം ഒരു നൂറ്റാണ്ടിലേറെ കാലം ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനമായിരുന്നു. ബ്രിട്ടീഷുകാർ ഒരു മഹാനഗരമാക്കി വളർത്തിക്കൊണ്ടുവന്ന കൊൽക്കത്തയ്ക്ക് ഡൽഹിയെപ്പോലെ നൂറ്റാണ്ടുകളുടെ ചരിത്രം അവകാശപ്പെടാനില്ല. ആകെ ഏതാണ്ട് 300 വർഷത്തെ പഴക്കം മാത്രം. അതിനു മുൻപ് കാളിഘട്ട്, സുധാനുതി, ഗോവിന്ദ്പൂർ എന്നീ 3 ഗ്രാമങ്ങൾ ചേർന്നതായിരുന്നു ഇവിടം. 17-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈ 3 ഗ്രാമങ്ങൾ വിലയ്ക്ക് വാങ്ങി. വർഷം 3000 രൂപ കപ്പം കൊടുത്തുകൊണ്ട് അവിടെ കച്ചവടം നടത്താനുള്ള അനുവാദം അവർ അന്നത്തെ മുഗൾ ഭരണാധികാരിയിൽ നിന്നും നേടി. എന്നാൽ 18-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാർ ഫോർട്ട് വില്യം എന്ന കോട്ട പണിത് അവിടെ തങ്ങളുടെ സൈനിക താവളമാക്കി. ഇതിൽ കുപിതനായ ബംഗാൾ നവാബ് സിറാജ് ഉദ് ദൗള 1756 കോട്ട കീഴടക്കി. തൊട്ടടുത്ത വർഷം നടന്ന ചരിത്രപ്രസിദ്ധമായ പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ കോട്ട തിരികെ പിടിച്ചു. 1772 മുതൽ ആ നഗരം കൽക്കട്ട എന്ന് അറിയപ്പെട്ടു. പിന്നീട് 1911 വരെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനം കൽക്കട്ടയായിരുന്നു. 19-ാം നൂറ്റാണ്ടോടെ നഗരം വാണിജ്യപരമായും സാംസ്കാരികപരമായും വൻ വളർച്ച നേടി. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് റാം മോഹൻ റോയ് കൽക്കട്ടയുടെ നവോത്ഥാനത്തിന് ചുക്കാൻ പിടിച്ചു. നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ശക്തി കേന്ദ്രങ്ങളിലെന്നും കൽക്കട്ടയായിരുന്നു. ഇക്കാരണം കൊണ്ട് 1911 ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ തലസ്ഥാനം ഡൽഹിയിലേക്ക് മാറ്റി. ബംഗാൾ വിഭജനത്തിന് ശേഷം കൽക്കട്ട പശ്ചിമ ബംഗാളിൻ്റെ തലസ്ഥാനമായി. 2001 നഗരത്തിൻ്റെ പേര് കൊൽക്കത്ത എന്നാക്കി. ഹുഗ്ലി നദിക്കരയിലെ കൊൽക്കത്ത തുറമുഖമാണ് ഇന്ത്യയിൽ ഇന്നുള്ളതിൽ വച്ച് ഏറ്റവും പഴയ തുറമുഖം. ആയതിനാൽ തന്നെ കൊട്ടാരങ്ങളുടെ നഗരം എന്ന് കൊൽക്കത്തയ്ക്ക് വിശേഷണമുണ്ടായിരുന്നു. ഇന്ത്യയിലെ ആദ്യ വർത്തമാന പത്രമായ ബംഗാൾ ഗസറ്റ് ഇറങ്ങിയത് കൊൽക്കത്തയിലാണ്. ഇന്ത്യയിൽ ആദ്യ ഭൂഗർഭ റെയിൽവേ ആരംഭിച്ചതും ആദ്യ സർവകലാശാല തുടങ്ങിയതും കൊൽക്കത്തയിൽ തന്നെ. ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ഓർമ്മകൾ അവശേഷിപ്പിച്ചുകൊണ്ട് ഇന്ത്യയിൽ ഇന്നും നിലനിൽക്കുന്ന മനോഹര സ്മാരകങ്ങളിലൊന്നാണ് കൊൽക്കത്തയിലെ വിക്ടോറിയ മെമ്മോറിയൽ. കൊൽക്കത്തയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന മൈതാനത്തിന് ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ട് തെക്ക് ഭാഗത്താണ് ഈ വെണ്ണക്കൽ മന്ദിരം. ബ്രിട്ടീഷ് ഇന്ത്യയുടെ നിരവധി ചരിത്രാവശിഷ്ടങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ മ്യൂസിയം കൊൽക്കത്തയുടെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ്. 1,00,000 പേർക്കിരിക്കാവുന്ന ലോകത്തിലെ 2 ക്രിക്കറ്റ് സ്റ്റേഡിയങ്ങളിലൊന്നായ ഈഡൻ ഗാർഡൻസ്, പ്രശസ്തമായ കൊൽക്കത്ത റേസ് കോഴ്സ് എന്നിവ വിക്ടോറിയ മെമ്മോറിയലിന് സമീപമാണ്. ലോകപ്രശസ്ത ഫ്രഞ്ച് എഴുത്തുകാരൻ ഡൊമിനിക് ലാപ്പിയർ കൊൽക്കത്തയെ ആസ്പദമാക്കി രചിച്ച വിഖ്യാത നോവലാണ് സിറ്റി ഓഫ് ജോയ്. അതോടെ നോവലിൻ്റെ പേര് കൊൽക്കത്തയുടെ മറ്റൊരു വിശേഷണമായി. നോവൽ പിന്നീട് സിനിമയുമായി. കൊൽക്കത്തയിലെ പ്രശസ്ത മ്യൂസിയമാണ് 1874 സ്ഥാപിച്ച ഇന്ത്യൻ മ്യൂസിയം. അശുതോഷ് മ്യൂസിയം, നെഹ്റു ചിൽഡ്രൻസ് മ്യൂസിയം, ഏഷ്യാറ്റിക് സൊസൈറ്റി, ഫൈൻ ആർട്സ് അക്കാഡമി എന്നിവയും അവിടുത്തെ പ്രധാന ആകർഷണങ്ങളാണ്. 1828 പണിത ഈ സ്മാരകം മൈതാനത്തിൻ്റെ വടക്കു ഭാഗത്താണ്. ലോകത്തിലെ ഏറ്റവും വലിയ പ്ലാറ്റേറിയങ്ങളിലൊന്നായ ബിർള പ്ലാറ്റേറിയമാണ് കൊൽക്കത്തയിലെ മറ്റൊരു കാഴ്ച.
1781 ബ്രിട്ടീഷുകാർ കൊൽക്കത്തയിൽ പണിത കൂറ്റൻ കോട്ടയാണ് ഫോർട്ട് വില്യം. അന്ന് അതിന് ചിലവായ തുക എത്രയെന്നോ? ഏതാണ്ട് 1600 കോടി രൂപ. ഈ കോട്ടയ്ക്ക് ചുറ്റും അതിവിശാലമായ മൈതാനമാണ്. കൊൽക്കത്തയെയും ഹൗറയെയും പരസ്പരം ബന്ധിച്ചുകൊണ്ട് ഹുഗ്ലി നദിക്ക് കുറുകെ കടന്നുപോകുന്ന കൂറ്റൻ ഉരുക്കുപാലമാണ് രബീന്ദ്ര സേതു. 1965 ഹൗറ ബ്രിഡ്ജിനെ രവീന്ദ്ര സേതു എന്ന പുനർനാമകരണം ചെയ്തത്.